പെണ്ണുങ്ങൾ ഈ അലിഗേഷൻസ് തന്നില്ലേ വെറുതെ, that was not right. Like those were fake because I know everyone was friends. Till 80 days they were getting along very well with him. എന്നിട്ട് തൊടാൻ നോക്കി, എന്നെ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കി, എൻ്റെ വയറിൽ നോക്കി. ഇങ്ങനൊക്കെ ഒരു ആലിഗേഷൻ നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ അഗേൻസ്റ്റ് വരാൻ പോണ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. അവർ നിങ്ങൾ എങ്ങനെ ടാക്കിൾ ചെയ്യും? എൻ്റെ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ബോഡി പാർട്സ് കാണാൻ വേണ്ടിയാണ് ഈ ഷോയിൽ വന്നിരിക്കുന്നത്. ഭയങ്കര ഒബ്വിയസ് ആണ്, ഞാൻ അങ്ങനെ ചെയ്യില്ല. അപ്പോൾ നിങ്ങൾ ഒരു ആലിഗേഷൻ എടുക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം. ഈ പറഞ്ഞ പോലെ ചില ആളുകൾ അക്ബറിന് നിരമ്പ് രോഗി എന്ന് പറഞ്ഞൊരു വാക്ക് യൂസ് ചെയ്തിരുന്നു. കുറച്ച് ഡബിൾ സ്റ്റാൻസ് ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഞാൻ പ്രാക്ടിക്കലി ഒരിക്കലും ആൻസർ ചെയ്യില്ല ഈ ക്വസ്റ്റ്യൻ. എല്ലാവർക്കും അവരുടെ അഭിപ്രായമുണ്ട്. Everybody has the right to say what they want to say. This was very shocking because this is not according to the task or according to the perimatam അങ്ങനെ അല്ലായിരുന്നു. ജിസേലും ചോദിക്കുന്നുണ്ടായിരുന്നു, അമ്മ എന്താ ആര്യനെ മൈൻഡ് ചെയ്തില്ല? ബിക്കോസ് ഞങ്ങൾ കയറി വന്നപ്പോൾ ഞാനിങ്ങനെ കാലിൽ തൊട്ടാൽ നോക്കിയപ്പോൾ ആൻറ്റി ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിച്ചു. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ ചില സ്ഥലത്തൊക്കെ കാല് പിടിക്കുമ്പോൾ കൈ തൊടണം, കൈ തൊട്ടില്ല. അപ്പോൾ അത് ജിസേൽ അങ്ങനെ ഫീൽ ചെയ്തു. 72 ക്യാമറ ഉണ്ട്, മൊത്തം ബിഗ് ബോസ് ടീമുണ്ട്. അവർ കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ചെയ്തിട്ടുമില്ല. ഒരാൾ മാത്രം ഈ ഷോയിൽ കണ്ടിട്ടുണ്ട്. അയാളെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ CCTV ഓഫ് CCTV ഓഫ് ബിഗ് ബോസിനെ വിളിച്ച ആളാ കുടുംബ പ്രേക്ഷകർ. അനുമോൾ പറഞ്ഞ പോലെ അവർക്ക് ഇഷ്ടമല്ലെങ്കിലോ ആണുങ്ങൾ പെണ്ണുങ്ങൾ ഒരുമിച്ച് കിടക്കുന്നത്. ഞാൻ പെട്ട് മാറി. ആ ഒരു സിമ്പിൾ, എന്തിനാ ഈ കുടുംബ പ്രേക്ഷകരെ പേടിച്ച് നമ്മൾ ജീവിക്കേണ്ടത്? നമുക്ക് വെറുതെ താമസിക്കാം, നോർമൽ കാര്യമല്ലേ. ഞാനും ബാക്ക് പെയിൻ എടുത്ത് കിടന്നപ്പോൾ എത്ര ആൾക്കാർ പറഞ്ഞു നീ അഭിനയിക്കുക. ആ സമയത്ത് അവർ സീരിയസ് ആക്കി എടുത്തില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു 10-20 സെക്കൻഡ്സ് വേണ്ടി ഡ്രാമയായിരിക്കും അല്ലേ. പക്ഷെ 1 മിനിറ്റ് ആയപ്പോൾ ഞാൻ നോക്കി പുള്ളി റിയാക്ട് ചെയ്യണല്ലോ. പിന്നെ ഈ കത്തി ഷാനവാസിന്റെ വൈഫ് വിളിച്ചായിരുന്നു എന്നെ, എന്നോട് പറഞ്ഞു അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, ലൈക് ഡ്രാമ ആണെന്ന് പറഞ്ഞു. ലാലേട്ടൻ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ചിരിച്ചു പോയ ചില സീൻസിൽ ഒന്നാണ് കക്കൂസ് ടീം. അമ്മയ്ക്കൊക്കെ വിഷമായോ അത്? എന്റെ അമ്മയ്ക്ക് വിഷമമായി മാത്രല്ല, ഈ ജനം കാണാൻ ഷോ എല്ലാ അമ്മമാർക്ക് വിഷമമായി. ഒന്നും പറയാനില്ല, സ്പീച്ച്ലെസ്. എന്തിനാ നിങ്ങൾ രണ്ടുപേരും ലെസ്ബിയൻ കപ്പിൾസ് അല്ലേ? നിങ്ങളുടെ ഇടയിൽ ഞാൻ എന്തിനു വരാനാ? ഷീസ് ഫീലിംഗ് ജെലസ് അബൌട്ട് നൂറ വിത്ത് മീ. അത് നിങ്ങൾ കണ്ടില്ലേ വീഡിയോയിലൊക്കെ? ആര്യന്റെ മമ്മി വന്ന സമയത്താണെങ്കിലും അനുമോളെ കൂടുതൽ സ്നേഹിക്കുന്ന പോലെ നമ്മൾ കണ്ടു. അപ്പൊ നമ്മളാണെങ്കിലും ഇവര് തമ്മില് ഇത്ര സ്നേഹം ഉണ്ടായിരുന്നോ? അവർക്ക് കൂടുതൽ അനുമോൾ ഇത്. എന്നാൽ ജിസേലിനോട് അത്രയും ഒരു അടുപ്പം കാണിച്ചിട്ടില്ല. ജിസേൽ ഒരു ഫ്രണ്ടാണെന്ന് പറഞ്ഞു. അനുമോൾ, നമ്മുടെ ആദില, നൂറ ഇവരൊക്കെ എന്റെ ഡോട്ടേഴ്സ് ആണെന്ന് പറഞ്ഞു. ജിസേൽ അപ്പൊ ആദ്യം ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ, ജിസേൽ ഡോട്ടർ അല്ലേ? ഞാൻ എപ്പിസോഡ് ഇപ്പൊ ലാസ്റ്റ് റീൽസ് കണ്ടു. അതിലെനിക്ക് ഇങ്ങനെ തെറ്റായിട്ട് അങ്ങനെ തോന്നുന്നു. എന്റെ അമ്മ എന്ന് പറഞ്ഞ കുറച്ച് ഈ സ്നേഹം സ്പ്രെഡ് ചെയ്യുന്ന ആളാണ്. പിന്നെ നമ്മുടെ ആളെ തന്നെ നമ്മൾ കൂടുതൽ സ്പ്രെഡ് ചെയ്യാറില്ല. വി നോ ദാറ്റ് വി ഓൾറെഡി ഹാവ് ബോണ്ട് വിത്ത് ഈച്ച് അതർ. എന്റെ അമ്മ വന്നിട്ട് എന്നെ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. ഷീ നോസ് ഐ ആം ദേർ ഫോർ ഹർ ആൻഡ് ഐ വിൽ ബി ദേർ ഫോർ മൈ എൻറ്റയർ ലൈഫ്. ആ ഒരു മെന്റാലിറ്റി. അപ്പോൾ ജിസേലിനെ കണ്ടിട്ട് എന്റെ പോലെ സി ഹൗ ഷീ ട്രീറ്റഡ് മീ, ഷീ ട്രീറ്റഡ് ജിസേൽ. ദാറ്റ് മീൻസ് നമുക്ക് മാത്രം പ്രത്യേകത. മനസ്സിലായി. ബാക്കിയൊക്കെ ട്രീറ്റ് ചെയ്തത് അവര് ഗസ്റ്റ് പോലെയല്ല. അമ്മ ട്രീറ്റ് ചെയ്തത് അവളുടെ ആദ്യ നൂറുടെ അമ്മ പോലെയാണ്. ഈ പറഞ്ഞ പോലെ she's showing that she has love for them, but Giselle and me know that my mom has love for them already. നമുക്കൊരു ധാരണ ഉണ്ട്. വി ആർ അത്ര കണക്റ്റഡ് വീട്ടിൽ. ബട്ട് ജിസേലിനെ ആ സമയത്ത് എന്തെങ്കിലും ഹേർട്ട് ആയിട്ടില്ല? ജിസേലൊക്കെ ഒന്നും ഹേർട്ട് ആയിട്ടില്ല. ജിസേൽ എന്റെ അമ്മ എന്ത് സ്വീറ്റ് ആടാ, എന്തൊക്കെയോ പറഞ്ഞു. ഇടയ്ക്ക് 2-3 വേർഡ്സ് പഞ്ചാബിയിലൊക്കെ പറഞ്ഞു, കുറെ സംസാരിച്ചു. അമ്മ സത്യം ജിസേൽ ലവ് മൈ മോം. ഈ പറഞ്ഞ പോലെ റാപ്പും എല്ലാം ഓക്കെ ആയിരുന്നു. പക്ഷെ പുറത്ത് വന്നത് എങ്ങനെയാണ്? പുറത്ത് വന്നപ്പോഴത്തേക്ക് നമ്മൾ കാണുന്ന ഒരു എപ്പിസോഡിൽ എനിക്ക് ഫീൽ ചെയ്ത കാര്യം അനുമോളെ കൂടുതൽ അനുമോൾ ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടി എക്സ്പ്രസീവ് ആണല്ലോ. അനുമോള് ഡോർ വന്ന മുമ്പ് ഫസ്റ്റ് ഇങ്ങനെ നിന്നു. അപ്പൊ അമ്മ അനുമോളാക്കിയത് അമ്മയ്ക്ക് എല്ലാവരും ഇഷ്ടമാണ്. അമ്മയും ചേട്ടനും ഈ പറഞ്ഞ പോലെ ആർക്കും ഹേറ്റ് വെച്ചിട്ടല്ല. അതെ, എനിക്ക് അതിനകത്ത് സ്ട്രൈക്ക് ചെയ്ത് ഞാൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല്, അമ്മയടുത്ത് ആര്യൻ പറയുന്നുണ്ടായിരുന്നു ഇവരെയൊക്കെ ഡോട്ടേഴ്സ് എന്ന് പറയുമ്പോൾ ജിസേൽ ഡോട്ടർ അല്ലേ? അപ്പൊ പറഞ്ഞു ജിസേൽ ഇസ് മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സാധനമാണ് ആക്ച്വലി. അമ്മ ഇസ് ലൈക്ക് some people she can connect as friends, some people can connect as daughters. Daughter എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒബ്വിയസ് ആയിരുന്നു. അവർക്ക് അമ്മ അച്ഛൻ സപ്പോർട്ട് ഇല്ല. സോ അമ്മ ഹാഡ് ടു സേ ദ സ്റ്റേറ്റ്മെന്റ്, ഞാൻ ഇവരുടെ അമ്മയാണ്, അപ്പൊ ഇവർ എന്റെ ഡോട്ടറാണ്. ജിസേലിനോട് സം പീപ്പിൾ നമുക്കറിയാം ലൈഫിൽ എപ്പോഴും ഉണ്ടാവും. അപ്പൊ നമ്മളിപ്പോ മോർണിംഗ് എണീച്ചാൽ അച്ഛനെ എല്ലാ ദിവസം കെട്ടിപ്പിടിച്ച് കിസ് ചെയ്യൂ ഇല്ലല്ലോ. പക്ഷെ നമുക്ക് ആ സ്നേഹമുണ്ട്. ആ സാധനമാണ് നമ്മുടെ മെന്റാലിറ്റി, എന്റെ ഫാമിലി മെന്റാലിറ്റി. വി നോ ദാറ്റ് ജിസേലും ആര്യനൊക്കെ ലൈക്ക് മൈ ടു one part of my body. അപ്പൊ ഇവരെ പറഞ്ഞിട്ട് ഇവരെ അത്ര സുഖിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ലെറ്റ്സ് ഗോ ആൻഡ് ടോക്ക് ടു എവരി വൺ ആൻഡ് ഷോ ലവ് ടു എവരി വൺ ആയിരുന്നു എന്റെ അമ്മയുടെ മെയിൻ മോട്ടീവ്. ആൻഡ് ഷീ ഈസ് വെരി ജെനുവിൻ ഈ കാര്യത്തിലൊക്കെ. അമ്മയ്ക്ക് എല്ലാവരും ഇഷ്ടമായിരുന്നു ഈ ഷോയിൽ. അമ്മ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ഇവരെന്താ കാണിച്ചാണെന്ന് പറയില്ല,
എന്ന് പറഞ്ഞിരിക്കും. അമ്മ അത്ര ഈ കാര്യത്തിൽ ഭയങ്കര ഡീസെന്റ് ആണ്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് നെക്ക് അടിക്കുമ്പോൾ അമ്മ റിയാക്ട് ചെയ്യും. ഞാൻ കാണാറുണ്ട് സോഷ്യൽ മീഡിയ റിപ്ലൈ ഒക്കെ ചെയ്യുമ്പോൾ ഡോണ്ട് ടോക്ക് അബൌട്ട് മൈ സൺ ലൈക്ക് ദാറ്റ് എന്നൊക്കെ, നീ പോടാന്നൊക്കെ പറയും അമ്മ കമന്റ് സെക്ഷനിലൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അതല്ലാത്ത ഷീ ഈസ് വെരി നൈസ് ആൻഡ് ഹാപ്പി വിത്ത് എവരിവൺ. ഈ ജിസേലിന്റെ അമ്മ വന്നപ്പോഴും ആര്യനെ മൈൻഡ് ചെയ്തില്ല. എനിക്ക് പേടിയായിരുന്നു ആക്ച്വലി. അങ്ങനെയല്ല വന്നത്. അമ്മ കുറച്ച് സ്ട്രിക്റ്റ് ആണ് ജിസേലിന്റെ അമ്മ ഇരിക്കുക ഫുഡ് കഴിക്കാറില്ല. അപ്പൊ ഞാൻ ഓക്കെ ആന്റി, ശരി ആന്റി, മനസ്സിലായോ? നമ്മളിപ്പോ ഈ നെയ്ബർഹുഡ് ഒരു ആന്റിനെ കാണുമ്പോൾ സ്ട്രിക്റ്റ് ആയിരിക്കില്ല. അപ്പൊ അങ്ങനെ സ്ട്രിക്റ്റ് ആയപ്പോ ഞാൻ ഓക്കെ ആന്റി ഒരു ബനാന ചിപ്സ് പറഞ്ഞെടുത്ത് വെക്കാം. കുറച്ച് ഷൈ എന്താണെന്നറിയില്ല, ബിക്കോസ് യു ആർ സോ ക്ലോസ് ടു ജിസേലിനോ. അപ്പൊ ഫാമിലി റിയാക്ട് ചെയ്യുമെന്ന് അറിയില്ല. അപ്പൊ ഞാൻ ആ ഒരു പേടിയിൽ ഡള്ളായിട്ടിരിക്കുക. അങ്ങനെ ഓക്കെ ആന്റി ഇല്ല വന്നു മതി ആന്റി. എനിക്ക് തുറന്ന് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നുണ്ടായില്ല. മൈ മോം ഇസ് കമ്മിങ് നെക്സ്റ്റ്, ഐ ഡോണ്ട് നോ വാട്ട്സ് ഗോണ ഹാപ്പൻ. സോ അതെല്ലാം അതൊരു ക്വസ്റ്റ്യൻ മാർക്ക് പോലെ ഞാനിങ്ങനെ നമ്പായിട്ടിരിക്കുന്നു. അത് ജിസേലും ചോദിക്കുന്നുണ്ടായിരുന്നു, അമ്മ എന്താ മൈൻഡ് ചെയ്തില്ല. ബിക്കോസ് ഞങ്ങൾ കയറി വന്നപ്പോൾ ഞാനിങ്ങനെ കാലിൽ തൊട്ടാൽ നോക്കിയപ്പോൾ ആന്റി ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിച്ചു. പക്ഷെ നമ്മൾ നോർത്ത് ഈ പറഞ്ഞ പോലെ ചില സ്ഥലത്തൊക്കെ കാല് പിടിക്കുമ്പോൾ കൈ തൊടണം, കൈ തൊട്ടില്ല. അപ്പോൾ അത് ജിസേൽ അങ്ങനെ ഫീൽ ചെയ്തു. പക്ഷെ ഐ വാസ് ഓക്കെ, അത് ഡോണ്ട് വറി. Your mom was chill, relax. You don't take stress, man. Everyone's happy with me, and my mom is also happy with everyone. Just relax എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. ഓക്കെ. നമ്മുടെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യും പുറത്ത് നമുക്ക് അറിയില്ല. ജനങ്ങൾ എന്നെയും ജിസേലിനെ എങ്ങനെ കാണുന്നു എനിക്ക് അറിയില്ല. പക്ഷെ കിട്ടിയ ഇമേജ് എന്ന് പറഞ്ഞാൽ എടാ നിങ്ങളെ രണ്ടുപേരെ ഭയങ്കര നെക്കടിച്ചിട്ടുണ്ടാവും, ജനങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ ആട്ടാ എന്നെയും ജിസേലിനെ എല്ലാ ദിവസവും ഫീൽ ചെയ്യിപ്പിക്കും. പ്രേക്ഷകർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. അത്രയ്ക്കൊന്നും ഇല്ലായിരുന്നു. അല്ല അതാ പറഞ്ഞ അത്ര വിരപ്പൊന്നും ഉണ്ടായില്ല. പക്ഷെ ആൾക്കാർ ഇപ്പൊ സ്പ്രെഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ ആണ്. അപ്പൊ എന്റെ അമ്മയും അച്ഛനും പുറത്ത് അവർക്കും ഇത് നെഗടിച്ചിട്ടുണ്ടാവോ ഈ പറഞ്ഞ പോലെ ഇത്ര വലിയ ഇഷ്യൂ ഉണ്ടായത്. സീരിയസ്ലി അങ്ങനെ ഒരു ഈ പുതപ്പ് ഇഷ്യൂ വരുന്നവരെ നമുക്ക് പോലും അങ്ങനെ തോന്നിയിട്ടില്ല. സീരിയസ്ലി ഓഡിയൻസിൽ അങ്ങനെ തോന്നിയിട്ടില്ല. 72 ക്യാമറ ഉണ്ട്, മൊത്തം ബിഗ് ബോസ് ടീം ഉണ്ട്. അവര് കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ചെയ്തിട്ടില്ല. ഒരാൾ മാത്രം ഈ ഷോയിൽ കണ്ടിട്ടുണ്ട്. അയാളെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ CCTV ഓഫ് CCTV ഓഫ് ബിഗ് ബോസിനെ വിളിച്ച ആളാ ലാലേട്ടൻ. പിന്നെ എനിക്ക് തോന്നുന്നു നിങ്ങൾ പിന്നെ എന്തിനാ ശരിക്കും പറഞ്ഞാൽ ബെഡ് മാറിക്കിടന്നത്? അതൊരു ഈ പറഞ്ഞ പോലെ ഞാനും ഒനിയിൽ തമ്മിലൊരു ഫൈറ്റ് ഉണ്ടായി. സോ ഒനിയിൽ ഈസ് എ ഗുഡ് ലാഡ്. അപ്പോൾ ഞാനും ഫൈറ്റ് ഉണ്ടായപ്പോൾ അവൻ എന്നെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി നീ അനുമോൾ കറക്റ്റ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു. എന്നെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി. അത് രാത്രി ഞാൻ വിളിച്ചു. ഞാൻ പറഞ്ഞു അനിൽ നീ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി അല്ലേ പറഞ്ഞത്? ആടാ ഞാൻ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞാണ്. മനസ്സിലായി. പക്ഷെ ഞാൻ പറഞ്ഞു ജിസേൽ നമുക്ക് വേറെ വേറെ സബ്ജക്ട് ആക്കണ്ട. ഇത് 2 days before parents coming. ഞങ്ങൾ 2 days before parents coming only we changed beds. And the day we changed bed was the day parents came, but before that 2 days only started telling like നമുക്ക് അങ്ങനെ ചെയ്യാം. കുടുംബ പ്രേക്ഷകർ അനുമോൾ പറഞ്ഞ പോലെ അവർക്ക് ഇഷ്ടമല്ലെങ്കിലോ ആണുങ്ങൾ പെണ്ണുങ്ങൾ ഒരുമിച്ച് കിടക്കണത്. അപ്പൊ ഞാൻ ബെഡ് മാറി. ആ ഒരു സിമ്പിൾ എന്തിനാ ഈ കുടുംബ പ്രേക്ഷകരെ പേടിച്ച് നമ്മൾ ജീവിക്കേണ്ടത്, നമുക്ക് വെറുതെ താമസിക്കാം. ആൻഡ് ഓൾ ദ ബെഡ്സ് ഫ്രീ ആൻഡ് ഐ ഓൾസോ വാണ്ട് ടു ഹാവ് ഗെറ്റ് മോർ AC. അപ്പൊ ഞാൻ കംഫർട്ടബിൾ ആയി അപ്പുറത്ത് മാറി. അത്രേ ഉള്ളൂ. നമ്മുടെ മൈൻഡിൽ ഇത്രയൊക്കെ ഉള്ളൂ പോണത്. മാറാം കിടക്കാം അത്രേ ഉള്ളൂ. നോട്ടിലേക്ക് എന്തിനാ ആൾക്കാർ മാറിയത്, എന്തോ ഉണ്ട്, എന്തിനാ കിടക്കുന്ന വെച്ച് എന്തോ ഉണ്ട്. അത് അങ്ങനെയൊന്നും ഇല്ല. തോട്ടൊക്കെ ഭയങ്കര സിമ്പിൾ തോട്ടാ. അപ്പൊ ഇതിന് ഈ ടൈമിനിടയ്ക്ക് ജിസേൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ജിസേലിനെ ഒന്ന് കോൾ ചെയ്യാം. കോൾ ചെയ്യാം. ഹായ്, ഹൗ ആർ യു? വാട്ട്സ് അപ്പ്? Just have a flight, so I was leaving. I'll leave in like 10 minutes. Yeah, I'll leave you in 2 itself. They really wanted to. This is Noor. She's the anchor. ഹായ്. Hi. സുഖമാണോ? യെസ് അതെ. ഇപ്പൊ ട്രാവലിംഗ് ആണല്ലേ? When are you not traveling? You're always traveling. I'm just kidding. You have fun. I'll just take your 2 minutes. You have to ask any questions to her? Or you just wanted like a common... I have time. I just have to reach after like... Oh, time ഉണ്ട്. She's got 5 minutes, 10 minutes. If you want to ask something, you can... ജിസേൽ, ആര്യന്റെ എവിക്ഷൻ ഫെയർ ആയിരുന്നോ? ഇല്ലല്ലോ. അത് ഞാൻ obviously... No, if you... Avisun, you can say if it's fair or not. Itna practical like answer and all. No need. You can just say, I felt it's fair. अरे you say what you like, but I'm just telling you तू like मैं बुरा नहीं फील करूँगा. Don't worry. तू practical बोल लियो. हुआ तो. എനിക്ക് ഹിന്ദി അറിയില്ല കേട്ടോ. ആര്യൻ, ഇത് മലയാളം ബിഗ് ബോസ്. മലയാളം ബിഗ് ബോസ് ആണ് ആര്യൻ. give phone to her. Yeah, no. Yes. Obviously fair അല്ലായിരുന്നു. I genuinely felt he'll be in like he deserves to be in top 2 or top 3. Like I always said that, but this was very shocking because this is not according to the task or according to the പെരുമാറ്റം അങ്ങനെ അല്ലായിരുന്നു. ഈ ലാസ്റ്റ് വീക്കില് ഇവരെ 3 ക്യാപ്റ്റൻ ആക്കിയത് ആയിരിക്കോ ആര്യൻ ഔട്ട് ആകാനുള്ള റീസൺ? അതല്ല,
പെണ്ണുങ്ങൾ ഈ allegations തന്നില്ലേ വെറുതെ, that was not right. Like those were fake because I know everyone was friends. Till 80 days they were getting along very well with him. ഒരു പ്രോബ്ലം ഉണ്ടായില്ല. സഡൻലി ആ ചില കാര്യങ്ങൾ പറഞ്ഞില്ല, അത് കുറെ സങ്കടമായി. Like you know what I mean. Adila said no. Noora and Adila പറഞ്ഞത് like that at all. Because 80 days നല്ല comfortable ആയിട്ടാണ് താമസിച്ചത്, and he was very close to Adila, and all of a sudden ഇങ്ങനെ allegation തന്ന് ഒരു ക്യാരക്ടർ അസാസിനേഷൻ പോലെ അല്ലേ? Yeah, like വയറ്റിൽ നോക്കി അതെല്ലാം like you know കേൾക്കുന്ന ആൾക്കാർക്ക് എത്ര ബാഡ് ആയിട്ട് തോന്നും. അതെ അതെ. അങ്ങനെ താഴെയല്ല. So I felt very bad. If I was there I would have literally like I felt very bad looking at that. ജിസേൽ ഉണ്ടായിരുന്നെങ്കിൽ ഒബ്വിയസ്ലി ആ ഒരു സമയം റിയാക്ട് ചെയ്തേനെ. നടന്നേനെ അവിടെ. Yeah, because I know, I mean, at least I know his character, right? He's not at all that kind of person. And that too, why would he look at Noora or Adila when he knows they are in relationship, right? Yes. Yeah. അതെ, അപ്പോ അതാണ് ഏറ്റവും ട്രിഗേർഡ് ആയത്. ആൻഡ് നെവിൻ ഈ അനുമോളുടെ ബെഡില് വെള്ളം ഒഴിച്ചു, ആ സമയത്ത് ആര്യൻ ഇവരൊക്കെ ചിരിച്ചു തമാശയാക്കി. അനുമോള് ഒഴിച്ചു, തിരിച്ചും ബെഡിലൊക്കെ ആക്കി. അനുമോള് പിന്നെ സോഫയുടെ ബാക്കിൽ പോയി കിടന്ന് ഉറങ്ങി. ഇൻസ്റ്റാഗ്രാമിൽ നോക്കുവായിരുന്നു. ഓക്കെ, സോ ഐ തോട്ട് മേ ബി നെവിനാണ് വെള്ളം ഒഴിച്ചത്. ബട്ട് ലേറ്റർ ഐ ഗോട്ട് ടു നോ ദാറ്റ് അനുമോൾ ആയിരുന്നു ആദ്യം അവന്റെ മേത്ത് വെള്ളം ഒഴിച്ചത്. ആൻഡ് ദാറ്റ് വാസ് ജസ്റ്റ് എ റീറ്റാലിയേഷൻ. അത് കാണിച്ചില്ല. ലൈക്ക് അറ്റ്ലീസ്റ്റ് ഓൺ ഇൻസ്റ്റാഗ്രാം they didn't show, and I didn't watch the show. Later I watched the show, I got to know that ആദ്യം അനുമോൾ ആയിരുന്നു വെള്ളം ഒഴിച്ചത്. വെള്ളം ഒഴിച്ച് ആദ്യം അത് റീറ്റാലിയേഷൻ ആയിരുന്നു. ഫസ്റ്റ് അനുമോൾ മേത്ത് വെള്ളം ഒഴിച്ച് അപ്പം അവൻ റീറ്റാലിയേഷൻ ചെയ്തിട്ട് ബെഡിൽ വെള്ളം ഒഴിച്ചു. അത് ഞാൻ ഷോ കണ്ടപ്പോ ആണ് എനിക്ക് മനസ്സിലായത്. ബിഫോർ when I saw on Instagram they were only showing that Nevin is pouring water on her bed. Yeah. ഈ ബെഡിന്റെ ബാക്കില് സോഫയുടെ പിങ്ക് സോഫയുടെ ബാക്കിലൊക്കെ പോയി നിന്നത് ഇവര് ചിരിച്ചതും ഭയങ്കര നെഗറ്റീവ് പോലെ ആയി. ഭയങ്കര നെഗറ്റീവ് ആയ ഒരു കാര്യം പോലത്തെ. There are how many sofas? There must be like 4 big sofas. 4 big sofa ഉണ്ട്. അതും like long sofas ആണ്. I think തമ്മി 7-8 ആൾക്കാർക്ക് ഉറങ്ങാം അതിന്റെ പുറത്ത്. മനസ്സിലായി. But she chose to like sleep behind the. അവിടെ ഞങ്ങള് തൂക്കിയ പോലെ ഇല്ലായിരുന്നു. ലൈക്ക് അവിടെ ഞങ്ങള് ചൂല് കൊണ്ട് തൂക്ക് പോലെ ഇല്ലായിരുന്നു. ഓ, അങ്ങനെ ലീവ് ചെയ്ത സ്ഥലം അത്. Yeah, because it was behind the sofa. Not every day that you clean. I was shocked. Like that is definitely like why would she sleep in a dirty place? Because she's usually very hygienic, right? Yes. But hygienic ആള് പോയി സോഫയുടെ like behind ഇങ്ങനെ ഉറങ്ങും. That is not good, na? So obviously that doesn't make sense to anyone. Anybody would laugh. Even I was laughing. I was like, why did she choose? Because kore sofa undu. There are like 6-7 sofas. She can sleep anywhere she wants. Beds through khali ആയിട്ട് ബെഡ് ഇരിപ്പുണ്ട്. കുറെ ബെഡ് empty ആണ്. ഒരു ബെഡ് ചൂസ് ചെയ്യാൻ പാടില്ല. So that is all very strange. പിന്നെ ഈ ഷാനവാസിന്റെ ഇതും ഇവർക്ക് നെഗറ്റീവ് ആയത്. ആദ്യം ഡ്രാമയാണെന്ന് കരുതി അങ്ങനെ നിന്നില്ല ഇവര്. അത് ഇവര് കണ്ടില്ല. ലൈക്ക് നെവിൻ അറിയായിരുന്നു അവൻ എന്ത് ചെയ്താണ്. ലൈക്ക് പാക്കറ്റ് ഓഫ് മിൽക്ക്. ലൈക്ക് ഷാനവാസിന്റെ വൈഫ് വിളിച്ചായിരുന്നു എന്നെ. എന്നോട് പറഞ്ഞു അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, ലൈക്ക് ഡ്രാമ ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ബിക്കോസ് ആ വീട്ടിൽ അങ്ങനെ ആവുമ്പോ മനസ്സിലാകത്തില്ല, റൈറ്റ്, എന്താണ് എന്തില്ല. ബിക്കോസ് ഇവർ സഡൻലി 2 പേര് ഇങ്ങനെ ചെയ്ത് ഇതുവരെ ഷാനവാസ് കുറെ ഫൈറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്, ഇതുവരെ ഉണ്ടായില്ല. സോ സഡൻലി മേ ബി ഹി റിയാക്ടഡ്, ബട്ട് ലേറ്റർ ദേ ഗോട്ട് ടു നോ ഹി വാസ് ട്രൈയിങ് ടു ഹെൽപ്പ്. അവൻ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. ബട്ട് മേ ബി ദിസ് വാസ് മിസ്അണ്ടർസ്റ്റാൻഡിങ്. ലേറ്റർ ഹി ഗോട്ട് ടു നോ. But I don't think so. This is a reason just to get evicted, no? Yes. അതിനെക്കാട്ടും വലിയ ഫൈറ്റ് ആ വീട്ടിൽ നടന്നിട്ടുണ്ട്. ഷാനവാസും ചെയ്തിട്ടുണ്ട്, കുറെ ആൾക്കാർ ചെയ്തിട്ടുണ്ട്. ഈ കാരണത്തിന് നിങ്ങൾ പുറത്താക്കും. അങ്ങനെയാണെങ്കിൽ എത്ര ടാസ്ക് നന്നായിട്ട് ചെയ്തിട്ട് ഇവൻ ഫസ്റ്റ് വന്നതാണ്. അപ്പൊ അത് യു ഹാവ് ടു ഗിവ് ഇറ്റ് ഫോർ ദാറ്റ്, റൈറ്റ്? 6 hours he's put his hands up. Like how painful is that? And he's won most of the task. 90% of the task he's the one. He has won 90% of the task. Yes. So അതിന്റെ അപ്രീഷിയേറ്റ് ഒന്നും ഇല്ല. ആ ടാസ്ക് മാത്രമല്ലെങ്കിൽ honestly speaking. Oh yes, correct. Oh, someone has become so practical. Like my God. Practical.
Like what an answer. I'm not making sense. You're making amazing sense. Then But you sound like I'm watching the show. Let me talk. yeah, well, you sound like a prekshakar now. വ്യൂവർ, Yeah, obviously. ഓഡിയൻസ്. You are like Janangal for me now, Janangal type, Janangal view. Like that, जो party के leader बात करते हैं ना, like that's how you're sounding right ആര്യൻ, മലയാളം ബിഗ് ബോസ്. now. Sorry boss. Sorry ഇവിടുത്തെ boss. അങ്ങനെ ചൽ ठीक है तू enjoy कर यार, तू just go. ജിസേൽ വെക്കുന്നതിന് മുമ്പ് ആ സോങ് ഒന്ന് പാടിയിട്ട് പോകാമോ? അയ്യോ വേണ്ട മതി. വയ്യ. എനിക്ക് വേണ്ടി I swear Big Boss തീർന്ന്. And എനിക്കിപ്പോ എനിക്ക് പറ്റില്ല ഇപ്പൊ. ഏത് സോങ് ആ മടുത്തത്? തുമ്പീവാണോ? കണ്ണാൻ തുമ്പി. Yeah, because that is special for Anish. I can't sing it for anyone else. ഈ കണ്ണാൻ തുമ്പി അല്ല എന്റെ ഫേവറേറ്റ്. കണ്ണാൻ തുമ്പി അല്ല, പിന്നെ അമ്പല കുമ്പളയാണ്. ഓക്കെ, എനിവേ ബൈ ബൈ. okay, nice. See you. Bye. Bye again. Bye Giselle, take care, have a safe flight. അതെ, ഈ ജിസേലായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് അത് കൈൻഡ് ഓഫ് എന്താ പറയുക, ജിസേലിനെ എങ്ങനെയാണ് ആര്യൻ കാണുന്നത്? ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്നാണോ അതോ മോർ ദാൻ ഒരു ഫ്രണ്ട്ഷിപ്പ് ആണോ? എന്താണ്? എല്ലാവർക്കും കൺഫ്യൂഷൻ കാണും. നിങ്ങളുടെ ഫാമിലി തിരിച്ച് എയർപോർട്ടിൽ വന്നപ്പോഴും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ അവര് ലവ് ചെയ്യുന്നെങ്കിൽ ചെയ്തോട്ടെ, അങ്ങനെയാണ് അമ്മ പറഞ്ഞത്. അമ്മയ്ക്ക് എന്താ പ്രശ്നം? അമ്മ ചോദിക്കും ലവ് ആണെങ്കിൽ ലവ് ചെയ്തിട്ട്, ഫ്രണ്ട് ആണെങ്കിൽ ഫ്രണ്ട് ആവട്ടെ. അമ്മയ്ക്ക് ഒരു പ്രശ്നമില്ല ഈ കാര്യത്തിൽ. എന്റെ ഡിസിഷൻ മേക്കിംഗ് എന്റെ കയ്യിലാണ്. പക്ഷെ എനിക്ക് ഇവിടെ ഒരു ടേം കൊടുക്കണമെന്നില്ല. ഐ ഡോണ്ട് വാണ്ട് ഗിവ് എ ടേം ലൈക് ഫ്രണ്ട്, ബെസ്റ്റ് ഫ്രണ്ട്, ഗേൾ, വൈഫ്, എക്സ്, അങ്ങനൊന്നും. അതെന്ത് ടേമാ? ദീസ് ടേംസ് ആർ യൂസ്ഡ് ബൈ ഹ്യൂമൻ ടു ടെൽ ദ സൊസൈറ്റി ഇതാണ് നമ്മള്. ഇവിടെ എനിക്ക് സൊസൈറ്റിനെ അങ്ങനെ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനൊരു ഷോയിൽ പോയി, എനിക്ക് വേണ്ടി ഒരു കുട്ടി എക്സ്ട്രാ കൈ ചപ്പാത്തി ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ജിസേൽ എനിക്ക് വേണ്ടി ഒരു ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ അവളുടെ ഈ പറഞ്ഞ പോലെ ഗെയിം റിസ്ക് ചെയ്തിട്ട് എനിക്ക് വേണ്ടി അവിടെ ചപ്പാത്തിയൊക്കെ ഉണ്ട്, അവൾ അരിഞ്ഞ് കഴിക്ക്. അങ്ങനെ തന്നെ ഒരാൾ ചെയ്യുമ്പോൾ നമുക്ക് ഓർമ്മ പറയുന്നത്, ഇൻ ദ വേൾഡ് ഓഫ് ഹേറ്റ്, in the world of a pressure cooker, someone is sending you love. Someone is giving you their part of food. ഇതെന്ന് പറഞ്ഞാൽ അതിൽ ടേം ചെയ്യേണ്ട കാര്യമില്ല. അവിടെ തന്നെ നമുക്ക് ഒരാളോട് ഇങ്ങനെ നല്ല ക്ലോസ് ആയിട്ട് അഫെക്ഷൻ ആവും. ഓ ദാറ്റ്സ് സോ സ്വീറ്റ് ഓഫ് ഹർ മാൻ, ഷീ ഗേവ് മീ ഹർ ഫുഡ്. നമ്മളങ്ങനെ സംസാരിക്കേണ്ട സ്കൂളിലൊക്കെ, ലൈക്ക് യു നോ. സോ അതൊക്കെ ഭയങ്കര നോർമൽ കാഷ്വൽ ടേംലെസ് ടേം കൊടുക്കുന്ന ആക്കില്ല. പക്ഷേ ഐ റിയലി ലവ് ഹർ, ഐ റിയലി ലൈക്ക് ഹർ. ഒരു ബ്യൂട്ടിഫുൾ സോളാണ്, ഭയങ്കര ജെനുവിൻ കുട്ടിയാണ്. ആൻഡ് ഇപ്പോൾ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു പറഞ്ഞ സ്വീറ്റ് ഹാർട്ട് എന്ന് വിളിക്കില്ല, അങ്ങനെ പോലത്തെ ഒരു മനുഷ്യനാണ്. ഷീ ഈസ് ഹ്യൂമാനിറ്റി ഫിൽഡ്. ആൾക്കാരെ കളിയാക്കി അവളെ, ഹ്യൂമാനിറ്റി കുറച്ച് വാരി അരിയാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ വൺ ഹ്യൂമാനിറ്റി അവൾക്ക്. അവൾ ഭയങ്കര പ്യുവർ സോളാണ്. അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന കുട്ടിയാണ്. എന്നെ മാത്രമല്ല, ഇങ്ങനെ ഈ പറഞ്ഞ പോലെ എന്നോട് പ്രത്യേകത കൂടുതലായിരുന്നു. പക്ഷെ ബാക്കി എല്ലാവരോടും നല്ല ഈ പറഞ്ഞ പോലെ ഫുഡിന്റെ കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലും ഷീ ഈസ് ബീൻ ലൈക്ക് എ ഫാമിലി. ജിസേൽ ഇല്ലെങ്കിൽ ഈ വീട്ടിലൊരു മെയിൻ ഹാർട്ട് പോർഷൻ ഓഫ് ഹ്യൂമാനിറ്റി ഫാമിലി പേഴ്സൺ എന്തായാലും ഈ വീട്ടിൽ നിന്ന് കട്ടായി പോയത്. അത്രയ്ക്ക് അടിപൊളിയാണ്. അപ്പൊ ഞാൻ ടേം കൊടുക്കണില്ല, പക്ഷെ ദിസ് ഇസ് വാട്ട് ഐ എക്സ്പ്ലെയിൻ യു അബൌട്ട് ഹർ. ദാറ്റ് ഇസ് ഷീ ടു മീ. യു നോ, ഈ ഹൗസിലൊരു ഹാപ്പി പ്ലേസ്. അതെ, ദാറ്റ്സ് വാട്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഔട്ട് ആവുന്നതിന് മുമ്പ് ഏറ്റവും വലിയൊരു ഇഷ്യൂ നടന്നത് നമ്മുടെ ഷാനവാസിക്കയ്ക്ക് വയ്യാണ്ടായതായിരുന്നു. അപ്പോൾ ശരിക്കും എന്തായിരുന്നു അവിടെ സംഭവിച്ചത് എക്സാക്ട്ലി? നമ്മൾ എപ്പിസോഡിൽ കാണുന്നതിലും അപ്പുറം എന്തായിരുന്നു നടന്നത്? ഒന്നുമില്ല, ഞാൻ വീക്കെൻഡിൽ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു. ഞാൻ പറഞ്ഞു, ലാലേട്ടാ അവിടെ നടന്നത് പാലിന്റെ ഇങ്ങോട്ടും അങ്ങോട്ടും ഇതുണ്ടായിരുന്നു, കയ്യങ്കളി ഉണ്ടാവുന്നു. നമ്മള് ലാലേട്ട വീട്ടിലെ ഈ പറഞ്ഞ പോലെ കയ്യങ്കളി ഉണ്ടായിരുന്നു, പാൽ വെച്ചിട്ട്. അപ്പൊ അതില് പാൽ മൊത്തം തീർന്നപ്പോ ഇങ്ങോട്ടും അങ്ങോട്ട് പാലരിഞ്ഞ് കളിച്ചു. ആ സമയത്ത് പാലിന്റെ ഒരു കാർഡ്ബോർഡ് കൊണ്ടുപോയി ഇങ്ങനെ പിടിച്ച് താഴെ പോകുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ബോക്സ് ആയിരുന്നു, ബോക്സ് മാത്രം, പാലെല്ലാം തീർന്നു, ഇങ്ങനെ പോകുന്നുണ്ട്. ഞാൻ വെച്ചു, ഒരു പാലിന്റെ ബോക്സ് കൊണ്ടിട്ട് പുള്ളി എന്തിനാ ഇത്ര ഓവറാക്കണത്? പിന്നെ എന്റെ മൈൻഡിൽ ഒരു ഗെയിം ഷോ കൂടി അല്ലേ, കുറച്ച് ഷോ കാണിക്കണ്ടേ, കുറച്ച് അഭിനയിക്കണ്ടേ വിചാരിച്ചു ഞാൻ അങ്ങനെ മൈൻഡിൽ പോയി. അങ്ങനെ എന്തിനാ അതൊക്കെ ഷോ കാണിക്കുന്നത്? അങ്ങനെ എനിക്കങ്ങനെ വന്നു പോയി മൈൻഡിൽ. ഭയങ്കര നോർമൽ കാര്യമല്ലേ. പിന്നെ ഞാനും ബാക്ക് പെയിൻ എടുത്ത് കിടന്നപ്പോൾ എത്ര ആൾക്കാർ പറഞ്ഞു നീ അഭിനയിക്കുക. ആ സമയത്ത് അവർ സീരിയസ് ആക്കി എടുത്തില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു 10-20 സെക്കൻഡ്സിന് വേണ്ടി ഡ്രാമ ആയിരിക്കും അല്ലേ. പക്ഷെ 1 മിനിറ്റ് ആയപ്പോൾ ഞാൻ നോക്കിയ പുള്ളി റിയാക്ട് ചെയ്യാനുള്ള. പിന്നെ എനിക്ക് കത്തി, അയ്യോ ആര്യൻ അത് ശരിക്കും പ്രശ്നമാണ് ഷാനവാസിക്കാന്. അപ്പൊ ഞാൻ ആ സമയത്ത് എല്ലാം മറന്നുപോയി. ഗെയിമൊക്കെ ഞാൻ അത് ഏത് ഷോയിലെ പോലെ എനിക്ക് ആ സമയത്ത് അറിയില്ല. അങ്ങനെ ഞാൻ നെറ്റുപോയി. അപ്പൊ തന്നെ ഷാൻസ്ക എനിക്ക് നമുക്ക് കമ്പഷൻ റൂമിൽ പോവാം, ഷാൻസ്ക എനിക്ക് പറഞ്ഞപ്പോഴേ അനുമോൾ കൈ പിടിച്ചിട്ട് മാറ്റാ നീ അവനെ. അവിടെ വേറെ ഗെയിമായി, അവിടെ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുക ഇങ്ങോട്ടും അങ്ങോട്ടും, നീ കൈ മാറ്റടാ. അപ്പൊ ഞാനിങ്ങനെ ഇതൊക്കെ മറക്കാനു വിടുന്ന് പറയുമ്പോൾ ഞാൻ തിരിച്ചോട്ട് കൈ മാറ്റി. അവിടെ നമ്മൾ തമ്മിൽ കുറച്ച് പ്രശ്നമായി.
ഞാൻ എടുത്തിട്ട് വിളിക്കുമ്പോൾ കൺവെൻഷൻ റൂമിന് പുറത്തെത്തിയപ്പോൾ നിങ്ങൾ ആരും പോകണ്ട, അനീഷേട്ടനും സാബുമോനും അവനെ കൊണ്ട് അകത്താക്കിയേ, കൊല്ലാൻ ശ്രമിച്ച ആൾക്കാരെ പോകണ്ടെന്നൊക്കെ. ഞാൻ തലയിൽ കഴിച്ചിട്ട് എന്റെ പൊന്നോ ആൾക്കാരെ, അവിടെ നിങ്ങൾ ഗെയിം അവിടെ വിട്ടു. അവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരാളുടെ ഹാർട്ട് പ്രശ്നമാണ് നമുക്ക് റിയലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഷിവർ ചെയ്യുന്നുണ്ടായിരുന്നു. ഷിവർ ചെയ്തു. അപ്പൊ ഞാൻ അവിടെ പേടിച്ചു പോയി, അപ്പം പേടിച്ചു പോയി. ഞാൻ അവിടെ നിങ്ങൾ കാണുകയാണെങ്കിൽ 30 സെക്കൻഡിനുള്ളിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് 30 സെക്കൻഡിനുള്ളിൽ ഞാൻ പുള്ളിനെ പൊക്കാൻ പോയി. എനിക്ക് മനസ്സിലായത് സത്യമാണെന്ന്. ഫസ്റ്റ് റിയാക്ഷൻ ഒബ്വിയസ്ലി വിൽ ബി യുവർ ഓണസ്റ്റ് റിയാക്ഷൻ. നോ കള്ളായിരിക്കും. പക്ഷെ ദെൻ ഇറ്റ്സ് യുവർ റിയലൈസേഷൻ. എൻ്റെ ഫസ്റ്റ് ഓണസ്റ്റ് റിയാക്ഷൻ വാസ് ഡ്രാമ. സെക്കൻഡ് റിയലൈസേഷൻ വാസ് പ്രശ്നമാണ്. അപ്പോൾ അതിൽ ഞാൻ മാക്സിമം റിയാക്ട് ചെയ്തു. പില്ലോ വന്ന് താഴെ വെച്ചു, പുള്ളിനെ എണീപ്പിച്ച് കൺഫ്യൂഷൻ വരെ കൊണ്ടുപോയി. അപ്പോൾ എൻ്റെ കാര്യത്തിൽ ഞാൻ ഈ പറഞ്ഞ പോലെ പുള്ളിനെ എങ്ങനെയെങ്കിലും ഒരാൾ ഈ ഒരു ഹാർട്ട് സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ ഒരാളെ എങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ വരെ എത്തിക്കാൻ പറ്റുവാണ് മെയിൻ മോട്ടീവ് മൈൻഡിൽ. ഇല്ലെങ്കിൽ അവിടെ ആരാ തെറ്റ്, അവിടെ ആരാ റോങ്, യു ആർ റൈറ്റ്, ഐ എം റോങ്. ഫുൾ ബിഗ് ബോസ് ഗെയിം അവിടെ തുടങ്ങി. യു ആർ റൈറ്റ്, കൈ മാറ്റി, ഇങ്ങനെ ചെയ്യില്ല, നീ പോടാ ഇങ്ങനെ മൈൻഡ് ചെയ്ത് നമ്മൾ കൊണ്ടുപോകണം അയാളെ. ശരിക്കും അന്ന് ലാലേട്ടൻ ആ ഒരു വീക്കെൻഡിൽ വരുന്നതിന് മുമ്പ് എല്ലാവരും ടെൻസ്ഡ് ആയിരുന്നു. നിങ്ങൾ 3 ക്യാപ്റ്റൻസ് നല്ല പേടിച്ച് നിൽക്കായിരുന്നോ? എനിക്ക് പേടിയുണ്ടായില്ല. ഇല്ല, ഓണസ്റ്റ്ലി വെരി കോൺഫിഡന്റ്, നോട്ട് സ്കെയർ അറ്റ് ഓൾ. എനിക്ക് എല്ലാത്തിനും ഉത്തരവുണ്ടായിരുന്നു. ഞാൻ ഐ എം നോട്ട് ഈവൻ ജോക്കിംഗ് ടു യു. നിവിന്റെ കാര്യമായാലും ഇപ്പൊ നിവിനായാലും അക്ബറായാലും ഞാനായാലും നിവിനൊക്കെ പേടിയുണ്ടായിരുന്നു. നിവിന് കുറച്ചിങ്ങനെ നല്ല പറഞ്ഞോണ്ടിരിക്കുന്നു അവിടെ പണിവാളും മോനെ എന്നൊക്കെ. ഞാൻ ഞാൻ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പണി വരുമ്പോൾ ഒരുമിച്ച് വരും, ഡോണ്ട് വരി മാൻ. എനിക്കറിയാം ഈ പണി എന്ന് പറഞ്ഞാൽ ഞാൻ അധികം ഉണ്ടാക്കിയ വലിയ പണിയൊന്നും അല്ല. ഞാൻ ഈ പറഞ്ഞ പോലെ വലിയ സീനാക്കി ബഹളാക്കി ഞാൻ മാത്രം അതിനെ സൈഡാക്കിയ സിറ്റുവേഷൻ അല്ല ഈ വീട്. ഇത് ഭയങ്കര കോമൺ കാര്യങ്ങളൊക്കെയാണ്, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഈ വീട്ടിലത് സോൾവ് ചെയ്യണം. അങ്ങനെ ആരെ വ്യക്തി ഹത്യാന്നും ഞാൻ ചെയ്തിട്ടില്ല. അതാണ് എന്റെ വേസ്റ്റ് കാർഡ് ഈ വീട്ടിൽ. അങ്ങനെ മാത്രം ചെയ്യരുത്. സോ എനിക്ക് നോർമൽ, എനിക്ക് എല്ലാത്തിന്റെ ഉത്തരം അറിയാം. ലാലിന്റെ കാര്യം ചോദിച്ചു എന്നോട്. ഞാൻ അങ്ങനെ തന്നെ ഈ പറഞ്ഞ ഉത്തരം തന്നെ വീക്കെൻഡ് എപ്പിസോഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അങ്ങനെ തോന്നി, ഞാൻ ചിരിച്ചു. പിന്നെ പുള്ളിനെ പൊക്കി കൊണ്ടാക്കി. നമ്മൾ മനുഷ്യന്മാരല്ലേ, നമുക്കും ഈ പറഞ്ഞ പോലെ സഡൻ റിയാക്ഷനും പിന്നെ ലേറ്റ് റിയാക്ഷൻ ഒക്കെ ഉണ്ടാവില്ലേ. അപ്പൊ അങ്ങനെ ഉണ്ടായ സാധനമാണ് അത്. ഈ ആദ്യം മുതൽ നോക്കുകയാണെങ്കിൽ എവിക്ഷന്റെ ആ ഒരു രീതി നോക്കുകയാണെങ്കിൽ അക്ബറിന്റെ കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സ് എല്ലാവരും എവിക്റ്റായി ആദ്യം മുതൽ അപ്പാനി മുതൽ എല്ലാവരും അങ്ങനെ വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാല് എന്താണ് അക്ബർ അവിടുത്തെ മാൻട്രിക് ആണോ? ഇല്ല, എനിക്കങ്ങനെ ഞാൻ ഈ ഗെയിം ഒബ്സർവ് ചെയ്യുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ നമ്മൾ കളിക്കുമ്പോൾ നമ്മളായിട്ടാണ് മെയിൻ ആയിട്ട് കാണുന്നത്. ഞങ്ങൾ മെയിൻ പ്ലെയർ, ബാക്കി എല്ലാവരും ബെസ്റ്റ് ഓഫ് ലക്ക്. അങ്ങനെയല്ലേ മെന്റാലിറ്റി. അപ്പൊ ആ സമയത്ത് ഞാൻ അക്ബർ ഇങ്ങനെയാണെന്ന് കണ്ടിട്ടില്ല. അക്ബർ നല്ല പ്ലെയർ ആണ്, പക്ഷെ അത് എന്റെ ഫ്രണ്ട്, എന്റെ സുഹൃത്താണ് പുള്ളി. അപ്പൊ ആ സമയത്ത് ഞങ്ങളൊക്കെ ഭയങ്കര നല്ല റാപ്പിൽ പോകുന്നൊരു സമയത്ത് പുള്ളി ആരുടെ കൂടെ ഉണ്ടോ, പുള്ളിനെ ആരെ സപ്പോർട്ട് ചെയ്യണോ, അങ്ങനെ ഞാൻ ഡീപ്പായിട്ട് അങ്ങനെ ഈ കാര്യത്തിൽ ഞാൻ ഇടപെട്ടിട്ടില്ല. ഐ ഹവ് ജസ്റ്റ് ബീൻ പ്ലേ മൈ ഗെയിം. നമ്മൾ ലാലേട്ടൻ പറഞ്ഞൊരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ഫ്രം ഡേ 30, 40, 50 I don't remember when he told, ആ ദിവസം തൊട്ട് ഈ സാധനം എൻ്റെ മൈൻഡിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ലാലേട്ടൻ പറഞ്ഞത്, നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഗെയിം ബെറ്റർ ആക്കാൻ വേണ്ടി കളിക്കുക, വേറെ ആളുടെ ഗെയിം താഴ്ത്താൻ വേണ്ടി കളിക്കരുത്. ഐ ഫെൽറ്റ് സോ ഹാപ്പി. ഐ സെഡ് ലാലേട്ട ബ്യൂട്ടിഫുൾ വേർഡ്സ് മാൻ. നമ്മൾ എന്തിനാണ് വേറെ ആളെ അവൻ ചെയ്ത കുറ്റാണ് ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ അഭിനയിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ എൻ്റെ ടാസ്ക് വരുമ്പോൾ ഞാൻ എന്നെ തന്നെ ബെറ്റർ ആക്കാൻ വേണ്ടി യോഗ ചെയ്യുന്നു, എന്തെങ്കിലും മെന്റലി പ്രിപ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, അല്ല ഫുഡ് കഴിക്കുന്നു. അങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യുക ഫോർ വാർ. ബിഗ് ബോസ് ഹൗസ് ഇസ് എ വാർ. അതിൽ സ്വോർഡൊക്കെ ഷാർപ്പൻ ചെയ്ത് എല്ലാം വെയിറ്റ് ചെയ്യണം വാറിന് വേണ്ടി. ആ സമയത്ത് നമ്മൾ അപ്പം തന്നെ മറ്റേ ആൾക്കാരെ കുറ്റം, അല്ലെങ്കിൽ മറ്റേ ആൾക്കാരെ എന്ത് കാണിച്ചുകൊണ്ടിരിക്കുന്ന കുണിച്ചിട്ടുകൊണ്ട് കാര്യമില്ല. എന്റെ ഗെയിം സ്ട്രാറ്റജി അതല്ല. എന്റെ ഗെയിം സ്ട്രാറ്റജി തന്നെ എന്റെ ഗെയിം എങ്ങനെ ബെസ്റ്റ് ആക്കാൻ പറ്റുമെന്ന് ഞാൻ മാക്സിമം ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. മറ്റേ ആൾക്കാരെ നെഗ് അടിപ്പിക്കാത്ത രീതിക്ക്. നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും, എനിക്ക് പുറത്ത് അങ്ങനെ ഞാൻ ഒരാളുടെ കുറ്റം പറഞ്ഞിട്ട് അങ്ങനെ അത് വൈറലൊന്നും ആയിട്ടുണ്ടാവും. ഐ എം പ്രിറ്റി ഷുവർ ഐ ക്യാൻ സൈൻ ആൻഡ് ഗിവ് യു. ഞാൻ ആളിങ്ങനെ കുറ്റം പറയുന്നു, തിണ്ടി സാധനം അതൊക്കെ വൈറലായിട്ടുണ്ടാവില്ല. എനിക്ക് അത്ര ഉറപ്പ്. ഞാൻ വീട്ടിൽ അങ്ങനെ കുണിഷ്ട് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ക്രൂസിഫൈ ചെയ്ത് സംസാരിച്ചിട്ടില്ല. ഞാൻ കലക്കാക്കി ഉണ്ടാവും, ആനിമോള് ബാക്കിൽ കിടക്കുന്നത് എന്തുവാണ് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ എൻ്റെ ഒരു കോമഡി സെൻസ് ഓഫ് ഹ്യൂമറാണ്. അതല്ലാത്ത ഞാൻ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരാളെ ക്രൂസിഫൈ ചെയ്തിട്ടോ അല്ലെങ്കിൽ കൊല്ലാൻ വേണ്ടി സംസാരിച്ചിട്ടില്ല ഈ വീട്ടിൽ. ദാറ്റ്സ് മീ. ഇപ്പൊ ഈ അക്ബറിനെ കുറിച്ചിട്ട് അവിടെ എല്ലാവരും അക്ബറാണ് കഴുകൻ, അക്ബറാണ് മെയിൻ ഇത് സംഭവമൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ എപ്പിസോഡിൽ കാണുമ്പോഴത്തേക്ക് അപ്പാനിയുടെ എവിക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം അക്ബർ വെറുതെ ബീം ബാഗിൽ കിടക്കുന്നത് നമ്മൾ കാണുന്നുള്ളൂ. അക്ബറിന് ഇങ്ങനെ അക്ബർ മാസ്റ്റർ പ്ലാനിങ് ഉണ്ടെന്ന് ഇവര് പറയുന്നു, ഹൗസിലുള്ളവര്. ശരിക്കും ഹൗസിനകത്ത് അങ്ങനെ അക്ബറിന്റെ ഒരു പ്ലാനിങ് ഉണ്ടോ? അക്ബർ, അനുമോള്, അനീഷ്, ഞാനും, ഷാനവാസ്, ആദില എന്ന് പറയുക, ഇവരൊക്കെ എല്ലാവരും ഡിഫറെന്റ് കണ്ടസ്റ്റൻസ് ആണ്. ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം 20-25 പേര് വിട്ടത് എല്ലാം സെയിം ആയിട്ടുള്ള ആൾക്കാരായിരിക്കില്ല. അല്ല, 20 പ്രത്യേകത ബുദ്ധിയും പ്രത്യേകത മെന്റാലിറ്റിയുള്ള മനുഷ്യന്മാരാണ് ഇതെല്ലാം. അപ്പൊ ഇവർക്ക് ഇവരുടെ രീതി ഉണ്ടാവും ചില സാധനങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ.
അക്ബർ ചെയ്യണ സാധനം വേറെ ആൾ ചെയ്യണമെന്നില്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്യണമെന്നില്ല. ഞാൻ ചെയ്യുന്ന സാധനം അക്ബർ ചെയ്യണമെന്നില്ല. അപ്പൊ അക്ബറുടെ രീതി എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കും. പുള്ളിക്ക് പ്ലാൻ ചെയ്യാൻ ഇഷ്ടമാണ്. മേ ബി ഹിം പ്ലാനിങ് ഇൻ ദ ഷോ കീപ്സ് ഹിം അലൈവ്. ദാറ്റ് ഇസ് വൈ ഹി സ്റ്റിൽ ദേർ ഇൻ ദ ഹൗസ്. അത് ചിലപ്പോൾ എനിക്ക് റെസ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇതൊക്കെ ഗുഡ് മാൻ, നീ പ്ലാൻ ചെയ്യുന്നു, ഇതൊരു നല്ല കാര്യമാണ്. നീ അത്ര ഗെയിമിൽ ഇൻവോൾവ് ആണ്. ഇവിടെ ചില ആൾക്കാർ പ്ലാനും ചെയ്യുന്നില്ല, വെറുതെ അങ്ങ് ജീവിച്ചു പോകാൻ വേണ്ടി അഭിനയിക്കുക ചില ആൾക്കാർ. അപ്പൊ പ്ലാനിങ് ഒക്കെ ചെയ്യണമെങ്കിൽ ഒരു കുഴപ്പമില്ല. അക്ബർ ബ്രോ എന്ത് വേണമെങ്കിൽ ചെയ്യും, എനിക്കൊരു പ്രശ്നമില്ല. ഫുൾ സപ്പോർട്ട് എല്ലാവർക്കും ഈ വീട്ടിൽ. അനു കുണിച്ചിട്ട് പറയാം, എനിക്കൊരു പ്രശ്നമില്ല. ഞാനും അനു ഫുൾ സപ്പോർട്ട് ഉണ്ട് ഈ കാര്യത്തിൽ. ബിക്കോസ് ഇൻട്രസ്റ്റിംഗ് ആണ് അനു ഭയങ്കര ഈ കാര്യത്തിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അനു വരും എനിക്ക് കണ്ടിട്ട് ഇങ്ങനെയാടാ പോളി, മനസ്സിലായോ? അപ്പൊ അനുവിടെ പോസിറ്റീവ് ആണ് ഇതെല്ലാം. അനുവിടെ പോസിറ്റീവ്സ്, അക്ബറിന്റെ പോസിറ്റീവ്സ്, എല്ലാവർക്കും അവരുടെ രീതിക്ക് പോസിറ്റീവ്സ് ഉണ്ട്. പിന്നെ മറ്റേ ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അവരുടെ നെഗറ്റീവ്സ് ആണ്. ഇപ്പൊ എനിക്ക് ഒരു കാര്യം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് നെഗറ്റീവാണ്, എനിക്ക് നെഗറ്റീവാണ്. പക്ഷെ പുള്ളിക്ക് അത് പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ഈ വീട്ടിൽ നമുക്ക് അങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല ഈ കാര്യത്തിൽ. എവറിബഡി ഹാസ് ദെയർ ഓൺ വേ ടു പ്ലേ. സം പീപ്പിൾ ടോക്ക് ലൗഡ്, സം പീപ്പിൾ ടോക്ക് ലിറ്റിൽ, സം പീപ്പിൾ പ്ലേ ഹ്യൂമാനിറ്റി കാർഡ്, സം പീപ്പിൾ പ്ലേ ഒറ്റപ്പെടുത്തൽ. ഇതെല്ലാം പാർട്ട് ഓഫ് ദ ഗെയിം. എന്ത് വേണമെങ്കിൽ നിങ്ങൾ ചെയ്യും, നിങ്ങൾക്ക് എന്ത് വർക്ക് ആവുന്നു നിങ്ങൾ അത് ചെയ്യും. ഞാൻ അതാ പറയുന്നത്. ലാലേട്ടൻ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ചിരിച്ചു പോയ ചില സീൻസിൽ ഒന്നാണ് കക്കൂസ് ടീം. സത്യം, എന്റെ പറയുന്നത് ജെനുവിൻലി ഇവരുടെ ലാംഗ്വേജ് കാരണം വന്ന സാധനങ്ങളൊക്കെ. ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആക്ച്വലി. ഞാൻ വന്നപ്പോ തന്നെ വീട്ടില് കക്കൂസ് ടീമിന്റെ ക്യാപ്റ്റൻ ആര്യൻ. അപ്പൊ ഞാൻ അങ്ങനെ കേട്ട് വന്ന ആളാ. അപ്പൊ ഞാനും ലക്ഷ്മി ഒരു പാവാട്ടെ. ലക്ഷ്മി ഈ പറഞ്ഞ പോലെ ഒരു പ്രിൻസിപ്പൽ മാതിരി എന്റെ ഫ്രണ്ടില്. അമ്മയുടെ പറയും കിടന്നിന്റെ ആ ഒരു സെറ്റപ്പ് ഒക്കെ എന്നോട് സംസാരിക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ ലക്ഷ്മി ഇടക്കിടക്ക് ഓവറാവുന്നുണ്ട് ലക്ഷ്മി. അപ്പൊ അങ്ങനെ നമ്മളങ്ങനെയാണ് ഒരു ദാറ്റ്സ് ഹൗ വി കമ്മ്യൂണിക്കേറ്റ്. അപ്പോ ഈ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കക്കൂസ് ടീമിന്റെ ക്യാപ്റ്റനായ ലക്ഷ്മി വാസ്തവത്തിൽ ലാലേട്ടൻ. അപ്പൊ ലക്ഷ്മി തിരുത്തി തന്നല്ലേ, ഇറ്റ്സ് നോട്ട് കക്കൂസ് ടീം, ഇറ്റ്സ് വാഷ് ടീം എന്നൊക്കെ. അപ്പൊ അതൊരു കോമഡി സിറ്റുവേഷൻ, ഭയങ്കര ഒരു എന്നെ പഠിപ്പിക്കുന്ന പോലെ. അപ്പൊ ഞാൻ ഓക്കെ പ്രിൻസിപ്പൽ മാഡം എന്ന് പറഞ്ഞ ആ ഒരു സെറ്റപ്പിൽ നമ്മൾ ഉണ്ടായത് ഫണ്ണി ആയിരുന്നു, അത്രേ ഉള്ളൂ. ഈ ലക്ഷ്മിയുടെ കേസ് പറഞ്ഞപ്പോ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ആര്യനോട് അയ്യോ പാവം അമ്മമാർക്കല്ല ഏറ്റവും കൂടുതൽ വിഷമമായത് ആരും ഇങ്ങനെ ഫുഡ് കഴിക്കാൻ എന്ന് പറഞ്ഞ് പോയ സമയത്ത് ആ പ്ലേറ്റ് എടുത്തിട്ട് പോയത്. അമ്മയ്ക്കൊക്കെ വിഷമമായോ അത്? എന്റെ അമ്മയ്ക്ക് വിഷമമായി മാത്രല്ല ഈ ജനം കാണാൻ ഷോ എല്ലാ അമ്മമാർക്ക് വിഷമമായി. എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, ആര്യന് വിഷമായില്ലേ, അല്ല ആര്യന് വിഷമം മാറിയോന്ന്. അപ്പൊ ഞാൻ അത് ഭയങ്കര ജെനുവൻലി വന്നൊരു റിയാക്ഷനാ. ഞാനിങ്ങനെ കൈ എടുക്കാൻ നോക്കി, ആ പാത്രം എടുത്തു അപ്പൊ തന്നെ. അപ്പൊ ഞാൻ ചൂടായിട്ടില്ല, അങ്ങനെ ഇല്ല വിഷമിച്ചാണ് അന്നേരം കാണുമ്പോ പാവം ആക്കിയപ്പോ കുറച്ച് ഈ പറഞ്ഞ പോലെ ഇതായിരുന്നു. പക്ഷെ എനിക്കറിയാം അത് അവള് എന്നോടങ്ങനെ കൂടുതൽ സ്നേഹമുള്ള കാരണം ചെയ്ത സാധനമാണ്. പക്ഷെ അത് കാണുമ്പോൾ ബാഡാണ്. ഇറ്റ്സ് ആക്ച്വലി നോട്ട് ഗുഡ് ടു ഡു ദാറ്റ്, ബട്ട് ഷീ ഡിഡ് ഔട്ട് ഓഫ് ലവ്. ഐ നോ. സോ ഐ എം ലൈക്ക് നിനക്ക് എന്താ വിഷമം മാറിയില്ല? അപ്പൊ ഞാൻ ഇല്ല മാറിയില്ല, സത്യമല്ലേ പറയേണ്ടത്, മാറിയിട്ടില്ല. അതുകൊണ്ടല്ലേ ഈ ചോറ് തീർക്കാൻ നോക്കിയത്. അവിടെ തന്നെ ഒരു കയ്യിൽ കയറും, ഫുൾ ടൈം നടന്നുകൊണ്ടിരിക്കുന്ന, ഫുൾ ഡീഹൈഡ്രേഷൻ. അപ്പോൾ കുറച്ച് വിശപ്പുണ്ടാവില്ലേ, ഞാൻ കഴിക്കാൻ നോക്കിയപ്പോൾ അങ്ങനെ ആ സീൻ അങ്ങനെ നല്ല ബാഡായി വന്നു പുറത്ത്. പക്ഷെ ഐ വാസ് നോട്ട് സോ ഹാപ്പി ഓൾസോ വിത്ത് ഹർ പുഷിംഗ് ലൈക്ക് ദാറ്റ്. അത്രേ ഉള്ളൂ. ശരിക്കും നല്ല വിശപ്പല്ല അതിനകത്ത്. 7 പണിയാണ്, എന്താ പറയണ്ടേ, 1 പണി എന്ന് പറഞ്ഞാൽ 7 പണി സീസൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഈ കാര്യത്തിൽ ഭയങ്കര ഈ കൊടുക്കുന്ന രാഷനൊക്കെ ഭയങ്കര ഇത്രേ ഉള്ളൂ. എത്ര 10-12 കിലോ കുറഞ്ഞില്ല ആര്യന്റെ? ടോട്ടൽ 76 മൈനസ് 10-12 കിലോസ് ഷ്രങ്ക് ആയി. പക്ഷെ ഞാൻ ആ സമയത്ത് അവിടെ ഈ ഫ്രസ്ട്രേഷൻ കാണിച്ചിട്ടില്ല. വീട്ടിൽ ഹാപ്പി ആയിട്ടേ നിന്നിട്ടുള്ളൂ. മാക്സിമം സ്ഥലത്തൊക്കെ ഫുഡില്ല. ചില സമയത്ത് ചപ്പാത്തി ഒരെണ്ണം കഴിച്ചിട്ട് രാത്രി വിശക്കും ഞാൻ ആ ബ്ലാങ്കറ്റ് കട്ടിച്ചിങ്ങനെ കിടന്ന് ഉറങ്ങിയ സമയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. I was so stressed, you know, because of without no food. പക്ഷെ അത് എങ്ങനെയെങ്കിലും ഹാൻഡിൽ ചെയ്ത് മാത്രം വണ്ണം വെച്ചില്ല. ലാലേട്ടൻ വന്ന് പറഞ്ഞു നമ്മളങ്ങനെ കിടക്കുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ ഫുഡെല്ലാം അവന്റെ വയറിലാ കിട്ടണത്. ഫസ്റ്റ് കോമഡി ആയിരുന്നു. പക്ഷെ കുറച്ച് സമയം നമുക്ക് എല്ലാവർക്കും വിഷമം, എടാ നിന്റെ ഫുഡ് കഴിച്ചാൽ പോരെ നിനക്ക്, അങ്ങനെ നമ്മൾ പറഞ്ഞ് ഭയങ്കര സീനാക്കിയിരുന്നു. അതുകൊണ്ടാണ് ഇപ്പൊ ലാസ്റ്റ് നെവിന് പ്രശ്നമായത്. ഫുഡും പോകുന്നുണ്ട്. ഇപ്പം വെൻ ഞാൻ പറഞ്ഞ പോലെ പണി കിട്ടുമ്പോൾ എല്ലാവരും അതിന് ഒരുമിച്ച് വരും. ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പൊ ലിമിറ്റേഷൻ കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ഫുഡിന്റെ കാര്യത്തിൽ ക്രോസ് ആയപ്പോഴാണ് എല്ലാം. എല്ലാവരും 10-100 ദിവസം ആവാറായി. അപ്പൊ എല്ലാവർക്കും ഇനി മതി നെവിനെ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കുറച്ച് വെറുപ്പിച്ചിരിക്കുകയാണ് ഇപ്പൊ വീട്ടില്. എല്ലാവരും മതി നെവിൻ, ഇനി ഓവറാക്കി ചെയ്യണം. അതെ. അതുപോലെ ഹൗസില് മറ്റൊരു കോൺട്രവേഴ്സി ഏറ്റവും കൂടുതലായത് ആദിലേനെയും നൂറേനെയും ലക്ഷ്മി വീട്ടിൽ കേറ്റില്ല എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. പിന്നെ നമ്മൾ പക്ഷേ ലക്ഷ്മി ഔട്ടായിട്ട് എയർപോർട്ടിൽ വന്നിട്ടും കേറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. ബട്ട് ഹൗസിനകത്ത് നമ്മൾ കണ്ടു, ഞാനത് അപ്പൊ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ, യു ആർ ഓൾവേസ് വെൽക്കം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്താണ് ആ ഒരു കാര്യത്തില്? പിന്നെ നമ്മുടെ ഷിയാസ് കരീം വന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു FBയില് ഓൾറെഡി
ഈ പറയുന്ന പോലെ ഈ ജെൻഡർ ബൈസ്ഡ് ഒന്നും അല്ലാണ്ട് തന്നെ LGBTQ കമ്മ്യൂണിറ്റിക്കാരെ സപ്പോർട്ട് ചെയ്തിട്ട് ലക്ഷ്മി ഇതിനു മുമ്പ് പോസ്റ്റ് ഇട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. ഈ ഒരു കാര്യത്തില് ലക്ഷ്മിക്ക് കുറച്ച് ഡബിൾ സ്റ്റാൻസ് ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഞാൻ പറയട്ടെ, ഞാൻ പ്രാക്ടിക്കലി ഒരിക്കലും ആൻസർ ചെയ്യില്ല ഈ ക്വസ്റ്റ്യൻ. എല്ലാവർക്കും അവരുടെ അഭിപ്രായമുണ്ട്. എവറിബഡി ഹാസ് ദ റൈറ്റ് ടു സേ വാട്ട് ദേ വോണ്ട് ടു സേ. ഐ എം നോട്ട് സേയിങ് ലക്ഷ്മി ഈസ് റൈറ്റ് ഓർ Adya Noor is right. രണ്ടുപേർക്ക് രണ്ട് വേറെ നിലപാടുണ്ട്, രണ്ടുപേർക്ക് രണ്ട് വേറെ വേറെ സ്റ്റാൻഡ് ഉണ്ട്. അവർക്ക് ആ സ്റ്റാൻഡിൽ ഉറച്ചിരിക്കാം. നമുക്ക് ലക്ഷ്മിനെ കൺവിൻസ് ചെയ്യാൻ പറ്റുമോ സപ്പോർട്ട് LGBTQ? ഇല്ല. യു ഗോ യുവർ വേ, യു ഗോ യുവർ വേ, ഐ വിൽ ഗോ മൈ വേ. മനസ്സിലായോ? യു ഗോ അഗേൻസ്റ്റ് ദം, യു ഗോ അഗേൻസ്റ്റ് ഹർ. ഐ ഡോണ്ട് കെയർ. ഐ ഡോണ്ട് വോണ്ട് ടു ബി എ പാർട്ട് ഓഫ് യുവർ കോൺവെർസേഷൻ because I am not seeing LGBTQ like LGBTQ. I am seeing them like my family and my friends. I am not seeing you also as anything. I am seeing you as my family and friend. അപ്പോൾ ഞാൻ കാണുന്ന പെർസ്പെക്റ്റീവ് ഓഫ് വേൾഡ് ഇസ് ഡിഫറെന്റ്. I am not against LGBTQ. But why should I keep supporting them for no reason? Exist. Like LGBTQ നെ മുഴുവൻ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. എനിക്ക് ഒരു കാര്യം ചോദിക്കാം. ഭയങ്കര പ്രാക്ടിക്കൽ ആൻസർ ആണ് ഇത്. ഭയങ്കര ഒരു ഐ എം വെരി സ്മാർട്ട് അബൌട്ട് ദിസ്. I know this will be very good answer. LGBTQ കമ്മ്യൂണിറ്റി ഉണ്ട്. I love them. ഭയങ്കര സ്നേഹമുണ്ട് എനിക്ക് അവർക്ക് വേണ്ടി. അപ്പോൾ എന്ന് പറഞ്ഞാൽ അവർക്ക് എനിക്ക് വേണ്ടി സ്നേഹം ഉണ്ടാവും. ബിക്കോസ് ദേ നോ ഐ സപ്പോർട്ട് ഓൾ ദാറ്റ്. അപ്പോൾ ഇങ്ങനെ പോലത്തെ കമ്മ്യൂണിറ്റി ഉണ്ടാകുമ്പോൾ ഞാനിപ്പോൾ എന്തെങ്കിലും എനിക്ക് ആക്സിഡന്റ് വന്നാലോ പ്രശ്നം വന്നാലും ഞാൻ വിളിക്കാൻ പോകുന്നത് LGBTQ കമ്മ്യൂണിറ്റി ഒന്നും അല്ലല്ലോ, എൻ്റെ അച്ഛനമ്മയായിരിക്കും. അപ്പോൾ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? വൈ ഷുഡ് ഐ കം ആൻഡ് ഡു ക്യാമ്പയിൻ ഫോർ യു? യു എക്സിസ്റ്റ്. You exist, you fight for your rights. I have my own rights to fight for in my real life. സദാചാരമിന്റെ അഗേൻസ്റ്റ് ഒക്കെ ഞാൻ ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുക അവിടെ ഈ വീട്ടില്. അപ്പൊ ഞാൻ ആരെ സൈഡ് എടുക്കാൻ വേണ്ടിയൊന്നും അല്ല ഈ വീട്ടിൽ വന്നിരിക്കുന്നത്. ഞാൻ നിങ്ങളെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഞാൻ അതിനകത്ത് എൻ്റെ അഭിപ്രായം പറഞ്ഞിട്ട് അവിടുന്ന് മാറുന്നതാണ് എൻ്റെ മെയിൻ സാധനം. അപ്പോൾ LGBTQ പറയുമ്പോൾ you can exist, Lakshmi, even you can exist. Both of you do whatever you want, man. I'm not with or against anyone. You fight for your right, you fight for your right. Who am I to say right or wrong? I just won't go and support anyone. I'll just be in my own track and fight my own war. ഞാൻ എൻ്റെ വോറല്ലേ ഫൈറ്റ് ചെയ്യേണ്ടത്, ഞാൻ എന്തിനാ വേറെ ആൾക്കാരുടെ വോർ ഫൈറ്റ് ചെയ്യേണ്ടത്? അങ്ങനെ പോയ റൂട്ടിൽ പോയ ആളാ ഞാൻ. അത് ക്ലിയർ ആണ്. അതായത് നമ്മൾ ആ ഒരു ഫുൾ കമ്മ്യൂണിറ്റിയിൽ എന്ന് വെച്ചാൽ അവർക്ക് വേണ്ടി ക്യാമ്പയിൻ ചെയ്യുന്ന കാര്യമില്ല. ബട്ട് ഇപ്പൊ ആദില നൂറ അവരെ നമുക്ക് ഇഷ്ടമാണ്. ലൈക്ക് അങ്ങനെ ഒരു പീപ്പിൾ അല്ലെ, ആളുകളോടുള്ള സ്നേഹം മതി. ഒരു കമ്മ്യൂണിറ്റിയോട് വെറുപ്പില്ല. ബട്ട് എന്ന് വെച്ചാൽ നമ്മൾ ഒരു കമ്മ്യൂണിറ്റിയെ മൊത്തത്തിൽ സപ്പോർട്ട് ചെയ്യണ്ടെന്നല്ലേ? അതാ പറഞ്ഞ ലക്ഷ്മി പറഞ്ഞു ആര്യൻ അവർ ചെയ്യുന്നത് തെറ്റാണ്. ഞാൻ പറഞ്ഞു ലക്ഷ്മി എനിക്കറിയില്ല. ആദ്യം നൂറ പറഞ്ഞു എന്നോട് ലക്ഷ്മി ഞാൻ തെറ്റാണ്. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല. ഞാൻ എന്തിനാ ഒരാളുടെ സൈഡ് എടുത്തിട്ട് ഒരു കമ്മ്യൂണിറ്റി സപ്പോർട്ട് ചെയ്ത് പ്രശ്നമാക്കേണ്ടത്? എനിക്ക് രണ്ടുപേരും ഇഷ്ടമാണ്. ഐ എം നോട്ട് അഗേൻസ്റ്റ് എനി വൺ. ദാറ്റ് ഇസ് മൈ ഫോട്ടെ. ഈ പറഞ്ഞ പോലെ ഈ ഗെയിം അല്ല അത്. ദാറ്റ് ഇസ് ഹൗ ഐ ആം. ഞാൻ ഒരാൾക്ക് ചത്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഈ കാര്യത്തിലൊക്കെ വരില്ല. പക്ഷെ ഞാൻ ഇതിന്റെ എതിരും സംസാരിക്കില്ല, കൂടുതലും സംസാരിക്കില്ല. ഐ എം ജസ്റ്റ് എ ലിസ്ണർ ഈ കാര്യത്തിൽ. ബിക്കോസ് മൈ ഒപ്പീനിയൻ ഇസ് വാട്ട് both of you are normal to me. Both of you are fighting for your rights. രണ്ടുപേരും നിങ്ങളുടെ രീതിക്ക് ഫൈറ്റ് ചെയ്തോണ്ടിരുന്നു. ഐ ഹോപ്പ് ദ ബെസ്റ്റ് വിൻസ്. ആ ഒരു മെന്റാലിറ്റിയിൽ എന്റെ അഭിപ്രായം വേണമെന്ന് പറയുമ്പോൾ ഞാൻ പറയും. ഏതാ പറഞ്ഞ ലാലേട്ട, ഞാൻ ആ ഭയങ്കര കൃത്യമായിട്ട് ആ വീക്കെൻഡ് എപ്പിസോഡ് പറഞ്ഞ ലാലേട്ട, ഇതൊരു പൊളിറ്റിക്കൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇതാണ്. ഐ എം നോട്ട് വിത്ത് എനിവൺ ഓർ വിതൗട്ട് ഓർ നോട്ട് ലൈക്ക് against anyone. I am just supportive to both in their own perspectives. Like I don't want to be a part of any supportive group because എനിക്ക് ഞാൻ നാളെ സദാചാരം സാധനം വന്നപ്പോൾ ഞാൻ ഡൗൺ ആയപ്പോൾ ഇവർ ഈ കമ്മ്യൂണിറ്റി ഇല്ലെങ്കിൽ ഈ ലക്ഷ്മിന്റെ കൂടെ ഉണ്ടായിട്ടുണ്ടാവും. ഇല്ല, ഞാൻ തന്നെ എന്നെ ഫൈറ്റ് ചെയ്തില്ലേ? അപ്പൊ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഫൈറ്റ് ചെയ്യും. ഇത്രയുള്ളൂ, സിമ്പിൾ. ദാറ്റ്സ് മൈ പെർസ്പെക്റ്റീവ്. ആസ് എ ഗെയിം ആ ഹൗസിനകത്ത് നിന്ന സമയത്ത് ആര്യൻ സപ്പോർട്ട് പ്രതീക്ഷിച്ച ആരൊക്കെ? അതായത് പുറത്ത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഇവർക്കൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ആര്യനായിരിക്കും, അക്ബറിനായിരിക്കും, ജിസേലിനായിരിക്കും, അല്ലെങ്കിൽ അനുവിനായിരിക്കും. അങ്ങനെ ആര്യൻ വിചാരിച്ചിരുന്ന ഒരു സപ്പോർട്ട് ആർക്കൊക്കെ ആയിരുന്നു? അങ്ങനെ എനിക്ക് സത്യം പറഞ്ഞ അങ്ങനെ സപ്പോർട്ട് എങ്ങനെ ഉണ്ടാവും അറിയില്ല. കുറച്ച് ദിവസങ്ങളായപ്പോ അനുവിന് നല്ല ഫാൻ ബേസ് ഉണ്ടാവും. സീരിയൽ ആക്ട്രസ് ആണ്, നല്ല 1 million ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട്, നല്ല പ്രോഗ്രസീവ് സോഷ്യൽ മീഡിയ ആണ്. അപ്പൊ ഞാൻ വിളിച്ചു ഓക്കെ, കൃത്യമായിട്ട് ഷാനവാസിനും അനുമോളിനും പറഞ്ഞ അക്ബറിനും വിചാരിച്ച നല്ല സപ്പോർട്ടൊക്കെ ഉണ്ടാവും പുറത്ത്. എനിക്കറിയില്ല, പക്ഷെ ഇവരൊക്കെ ഞാൻ വിചാരിച്ചു നല്ല സെറ്റപ്പിൽ വന്ന ആൾക്കാരൊക്കെയാണ്. ഗുഡ് വേ. അതെ, ഈ ഹൗസിലുള്ളതൊക്കെ അതുപോലെ തന്നെ അല്ലല്ലോ നമ്മൾ പുറത്ത് കാണുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാല് ആര്യൻ പുറത്തിറങ്ങിയിട്ട് ഒരുപാട് ഇത് കണ്ടു കാണും. എന്നാൽ ആര്യൻ ഭയങ്കര ഞാൻ ചെയ്തത് റൈറ്റ് ആണെന്ന് വിചാരിച്ചിരുന്നിട്ട് പുറത്തു വന്നപ്പോൾ ഷോക്കായി പോയൊരു ഇൻസിഡന്റ് എന്തായിരുന്നു? ലാലേട്ടന്റെ ഇൻസിഡന്റ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതല്ലാണ്ട് വേറെ ഹൗസ് മേറ്റ്സിന്റെ ഇടയിലുള്ളത് വീക്കെൻഡ് വിത്ത് ലാലേട്ടൻ അല്ലാണ്ട് ഹൗസ് മേറ്റ്സിന്റെ ഇടയിൽ വീട്ടിൽ നടന്നൊരു കാര്യം നേരെ
തെറ്റിപ്പോയത്? ഇപ്പോൾ ആതിര നൂറ റീസെന്റ് പറഞ്ഞത്, ആ ഞാൻ അവളുടെ വയറ് കയറി നോക്കി, പിന്നെ ടച്ച് ചെയ്തു ഒരു പെൺകുട്ടീനെ, കുറച്ച് ഇങ്ങനെ ബാഡ് ആലിഗേഷൻസ്. ഈ ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഒരു സമൂഹം, ലൈക്ക് വാട്ട് യു സേ ദാറ്റ് ഇൻ മലയാളം, ഗൈസ് ആർ നോട്ട് ടു ബി ടേക്കൻ ഫോർ ഫൺ. ലൈക്ക് യു കാൻ ജസ്റ്റ് പുട്ട് എൻ ആലിഗേഷൻ, ലൈക്ക് എന്നിട്ട് തൊടാൻ നോക്കി, എന്നെ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കി, എൻ്റെ വയറിൽ നോക്കി, ഇങ്ങനെയൊക്കെ ഒരു ആലിഗേഷൻ നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ അഗെയിൻസ്റ്റ് വരാൻ പോണ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. അവർ നിങ്ങൾ എങ്ങനെ ടാക്കിൾ ചെയ്യും? ഞാനൊന്നും പറയില്ല, ഞാൻ വിട്ടുകളഞ്ഞു. ഞാൻ പറയണത്, ഞാൻ അതിൽ നൂറടി ഇങ്ങനെ നോക്കി ഒന്നും കാണിച്ചിട്ടില്ല. അത് ഭയങ്കര ഒബ്വിയസ് ആണ്. ഒരു ഷോയിൽ ഞാൻ അങ്ങനെ ചെയ്യില്ല ഒരിക്കലും. ഒരു പെൺകുട്ടീനെ എന്തെങ്കിലും അൺകംഫർട്ടബിൾ ആവുന്ന രീതിക്ക് ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല. അപ്പോൾ അതിൽ നൂറ് അത് പറഞ്ഞപ്പോൾ ഞാൻ അവരെ അഗെയിൻസ്റ്റ് അല്ല. ഐ എം ഓക്കെ, ദാറ്റ്സ് ഓക്കെ, മേ ബി പാർട്ട് ഓഫ് ദർ ഗെയിം, ടോട്ടലി ഫൈൻ. പക്ഷെ ഇത് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ആണുങ്ങളെ നിങ്ങൾ പൊട്ടനായി കാണുന്ന പോലെയാണ്. യു ആർ സീയിങ് ബോയ്സ് ലൈക്ക് ഫൂൾസ്. വാട്ട് വി ഹാവ് കം ടു ലിറ്ററലി സീ യുവർ നേവൽ ആൻഡ് നിന്റെ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ബോഡി പാർട്സ് കാണാൻ വേണ്ടിയാണ് ഈ ഷോയിൽ വന്നിരിക്കുന്നത്. ഭയങ്കര ഒബ്വിയസ് ആണ്. ഞാൻ അങ്ങനെ ചെയ്യില്ല. അപ്പൊ നിങ്ങൾ ഒരു ആലിഗേഷൻ എടുക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം. ഈ പറഞ്ഞ പോലെ ചില ആളുകൾ അക്ബറിനെ നിരമ്പ് രോഗി എന്ന് പറഞ്ഞൊരു വാക്ക് യൂസ് ചെയ്തിരുന്നു. പിന്നെ ബസ്സിൽ നിൽക്കുന്ന അതൊക്കെ ഭയങ്കര സീരിയസ് ആലിഗേഷൻസ് ആണ്. ഇറ്റ് ഇസ് മോർ വേഴ്സ് ദൻ ഫിസിക്കൽ അസോൾട്ട്. ഫിസിക്കൽ അസോൾട്ട് ഇങ്ങനെ പുഷ് ചെയ്താലും ഫിസിക്കൽ അസോൾട്ട് ആവുന്ന സാധനം കേട്ടിട്ടാണ്. അത് എനിക്കും ബാഡായി ഫീൽ ചെയ്തു. ഞാൻ കള്ളം പറയാൻ നിങ്ങൾ സീരിയസ്ലി ഐ ഫെൽ ബാഡ് ബിക്കോസ് അതിൽ തെറ്റാൻ എന്താ ചെയ്തിരിക്കുന്നത്? നിരമ്പ് രോഗി ബസ്സിൽ കിടക്കുന്ന അങ്ങനെ പോലത്തെ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഇറ്റ്സ് എ വെരി ഹാർഷ് സ്റ്റേറ്റ്മെന്റ്. അയാൾ പുറത്തു പോയി അവന്റെ നിക്കാക്കൊക്കെ ഫിനിഷ് ആവുന്ന സമയമാണോ അല്ലേ? അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ ജനങ്ങൾ അവന്റെ അഗേൻസ്റ്റ് പോകും. പക്ഷെ നമ്മൾ ഒരു ആൺകുട്ടി ഇങ്ങനെ പോലത്തെ വലിയ ഷോയിൽ പോയിട്ട് ആദ്യമേ പറയുന്നുണ്ടായിരുന്നു അക്ബറിന്റെ നോട്ടം ശരിയല്ല. അതൊക്കെ ആ ബിൽഡപ്പ് ഒക്കെ എന്നോട് കാണിച്ചിട്ടുണ്ട്. ഞാൻ ഭയങ്കര കോഴിയാണ്, കോഴിച്ചക്കൻ, വായ നോക്കി പെൺകുട്ടി, നല്ലപോലെ ബോഡി ഷേമിങ് നടക്കുന്നുണ്ട്, ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് ഈ കാര്യത്തിലൊക്കെ. അപ്പൊ ഞാൻ ടു ബി ഓണസ്റ്റ് ഇതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ മാക്സിമം ഇവരെ ഇഗ്നോർ ചെയ്യാൻ നോക്കും. എനിക്കറിയാം ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെ അല്ല. പിന്നെ എന്തിനാ ഇവരുടെ അഗേൻസ്റ്റ് പോകേണ്ട ഈ കാര്യത്തിലൊക്കെ? സോ ഐ ജസ്റ്റ് ലിസൺ ഫ്രം ഹിയർ ആൻഡ് ജസ്റ്റ് പുഷ് ഫ്രം ഹിയർ. അത് ഈ ബോഡി ഷേമിങ്ങിന്റെ കേസ് പറഞ്ഞപ്പോൾ തന്നെ നെവിനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ടിക്കറ്റ് ടു ഫിനാലെ സമയത്തൊക്കെ. എന്താ ഇപ്പൊ പ്രസവിക്കോ? അത് ആരാ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല. അനു അല്ലേ പറഞ്ഞത്? അനുവാ പറഞ്ഞത്. അതൊക്കെ കോമഡി ആയിട്ട് എടുത്തു. ഞാൻ സത്യം ചിരിച്ചു ആ കാര്യത്തിൽ. അപ്പൊ എനിക്ക് ഇതിനകത്ത് തെറ്റും കാണിക്കാൻ എനിക്ക് കുറെ തവണ അവിടെ ഇങ്ങനെ ബോഡി ഷേമിങ് പോലെ നടന്നിട്ടുണ്ട്. പോലെ മറ്റേ കാട്ടുപോത്തൻ, പിന്നെ എന്താ പറഞ്ഞ മറ്റേ ആർട്ടിഫിഷ്യൽ കുലുസ്ത്രീ നെവിൻ വിളിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചൊക്കെ ബോഡി ഷേമിങ് നടന്നിട്ടുണ്ട്. നീ പോടാ ബോണ്ട അങ്ങനെയൊക്കെ കുറെ തേകൾ വിളിച്ചിട്ടുണ്ട്. ആൾക്കാരെ ഇങ്ങോട്ടും കുറെ ബോഡി ഷേമിങ് ചെയ്തിട്ടുണ്ട്. പാർട്ട് ഓഫ് ദ ഗെയിം മാൻ. ഞാൻ ഒരു സ്പോർട്സ്മാൻ അല്ലേ. ഈ ഒരു നമ്മൾ ഈ വുമൻ കാർഡിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ആദ്യം നിങ്ങൾ മറ്റേ ഇത് ഫ്ലാഗ് കുത്തുന്ന ഇതിലൊക്കെ ഒരാളുടെ മുകളിൽ ഒരാൾ കിടക്കുന്നു, അപ്പൊ ഒന്നും ആർക്കും ഒരു പ്രശ്നമില്ല, ഭയങ്കര സ്മൂത്ത് ആയിട്ട് പോയി. ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ എൻഡിലോട്ട് വന്നപ്പോഴാണല്ലോ ഈ വുമൻ കാർഡ്സ് വരാൻ തുടങ്ങിയതും. ഞാൻ പെണ്ണാണ്, നീ ആണാണ്, എന്നെ അങ്ങനെ നോക്കി. ഈ സംഭവങ്ങളൊക്കെ ഒരു പരിധി കഴിഞ്ഞിട്ടാണ് പെട്ടെന്ന് വന്നത്. എന്താ ഒരു പെട്ടെന്നൊരു ചേഞ്ച് എന്തായിരുന്നു? എന്റെ അഭിപ്രായത്തില് ഷോ തുടങ്ങിയപ്പോൾ എല്ലാവരും ഭയങ്കര സ്പോർട്ടി മെന്റാലിറ്റിയിൽ കളിക്കുന്ന ആൾക്കാരായിരുന്നു, ഞാൻ ഉൾപ്പെടെ. പക്ഷെ ഞാൻ വീട്ടിൽ ഇതുവരെ ഞാൻ ആ സ്പോർട്ട് മെന്റാലിറ്റിയിൽ കളിച്ചിട്ടുള്ളൂ. ഏത് ടാസ്ക് ആയാലും മാറായാലും ഞാൻ അപ്പുറത്ത് ഒപ്പോണന്റ് പെൺകുട്ടി അങ്ങോട്ട് നോക്കിയിട്ടില്ല, നല്ല എഫേർട്ട് ഞാൻ തന്നിട്ടേ ഉള്ളൂ. അങ്ങനെ കളിക്കേണ്ട സമയത്ത് ചില ആൾക്കാർ സ്വിച്ച് ആയി. പേര് ഞാൻ പറയില്ല. ചില ആൾക്കാർ ഈ പറഞ്ഞ പോലെ വുമൻ ജെൻഡർ കാർഡ് എടുത്തു. Because I don't want to name someone and crucify them. I said there were few people, even guys took this card, men card എടുത്തിട്ടുണ്ട് ചില ആൾക്കാരൊക്കെ. അത് പ്രശ്നമൊന്നുമില്ല, അതിൽ എനിക്ക് തെറ്റായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഓക്കെ യു ടേക്ക്. പക്ഷേ ഈ പറഞ്ഞ വിളിച്ച് ഫസ്റ്റ് 2 മാസം ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പെൺകുട്ടികൾ കയറി കിടക്കുന്നു, നമ്മൾ ഫ്ലാഗ് ഒക്കെ എടുക്കുന്നു, എല്ലാവരും ഹാ ഗുഡ് ഗെയിം എന്ന് പറഞ്ഞ് ക്ലാപ്പ് ഒക്കെ അടിച്ചിട്ട് പോണത്. ലാസ്റ്റ് എത്തരായപ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്ക് അധികം ബാഡ് ഒന്നും ഉണ്ടായിട്ടില്ല ഈ വീട്ടിൽ, അങ്ങനെ വേസ്റ്റ് ആയിട്ട്. അപ്പോൾ ഈ കാണുന്നത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാക്കണ്ടേ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കണ്ടേ ഈ വീട്ടിൽ ചില സമയത്ത് കണ്ടന്റ്ലെസ് ആയി പോകും ചില ആൾക്കാർ. അപ്പോൾ ഈ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി, ഇതൊക്കെ സ്പൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആണെന്ന് വരെ ഈ ടോപ്പിക് എടുക്കുന്നത്. വ്യക്തിഹത്യ ടോപ്പിക്സ്, വയർ നോക്കി ഇത് നോക്കി അത് ചെയ്തു അങ്ങനെ ചെയ്യരുത്. എന്റെ സിസ്റ്റേഴ്സ് പോലെ രണ്ടുപേരും, ആദില നൂറ, കെട്ടിപ്പിടിച്ച് പോയി രണ്ടുപേരും ഞാൻ. ആദില ലൈക്ക് അനിയ പോയി അടുത്ത് കൊണ്ടുപോവാ, വെള്ളം കൊണ്ടുപോവാ. ഞാൻ ആ സമയത്ത് അതില വെള്ളം കുടിക്കുക, അമ്മാതിരി റാപ്പാണ് നമ്മുടെ. അപ്പൊ ഞാൻ പുറത്തിറങ്ങി അത് കേട്ടപ്പോൾ എനിക്കത് ഭയങ്കര ഐ ഡിഡ്ന്റ് ഫീൽ ലൈക്ക് ബാഡ്. അതിൽ എന്താ കാണിച്ചു, അതില നോട്ട് ആംഗ്രി, ഐ ഫെൽ സാഡ്. ഒന്നും പറയാനില്ല, എന്തിനാ നിങ്ങൾ രണ്ടുപേരും ലെസ്ബിയൻ കപ്പിൾസ് അല്ലേ, നിങ്ങളുടെ ഇടയിൽ ഞാൻ എന്തിനു വരാനാ? ഷീസ് ഫീലിംഗ് ജെലസ് അബൌട്ട് നൂറ വിത്ത് മീ. അത് നിങ്ങൾ കണ്ടില്ലേ വീഡിയോയിലൊക്കെ? അതെന്താ നിങ്ങൾ മറ്റേ ഈ ആലിയ ഭട്ട്, രൺബീർ കപൂർ തമാശക്ക് പറഞ്ഞ സാധനങ്ങളൊക്കെ അല്ലേ?
എനിക്ക് നൂറിന് അങ്ങനെ വലിയ പ്രത്യേകത അങ്ങനെ ഇഷ്ടാവും. നൂറയും ആദിലയും ലെസ്ബിയൻ കപ്പിൾ ആണെന്ന് ഇവർക്ക് അറിയാമല്ലോ. അപ്പൊ നൂറയ്ക്ക് ഒബ്വിയസ്ലി ഒരു പെണ്ണിനോടല്ലേ ഇഷ്ടം തോന്നുന്നു. ഡെഫിനറ്റ്ലി. അപ്പൊ എന്തിനാ ഇവള് പൊസസീവ് ആവണത് നൂറയ്ക്ക് വേണ്ടി? എൻ്റെ അഗെയിൻസ്റ്റ് ഞാൻ ഇവരെ സിസ്റ്ററായിട്ട് കണ്ടിരിക്കുന്നത്. അത്ര അമ്മാതിരി ഇവരത്ര വി ബീൻ സ്പ്രെഡിങ് സോ മച്ച് ലവ് ഇൻ ദ എൻ്റയർ ഹൗസ്. ഇടയ്ക്കിടയ്ക്ക് കുണിച്ചിട്ട് വരുമ്പോൾ പറയട്ടെ, കുഴപ്പമില്ല. പക്ഷെ നമ്മളിങ്ങനെ ഈ കാര്യത്തിൽ നമ്മൾ ഒരാളെ അലിഗേഷൻ ഇടരുത്. ദാറ്റ്സ് വൈ ഐ ഫെൽ ബാഡ്. ബട്ട് ഐ എം നോട്ട് അഗെയിൻസ്റ്റ് ദം. ഐ എം സ്റ്റിൽ സ്റ്റാൻഡിങ് വിത്ത് ഓൾ ഓഫ് ദം. ഓക്കെ, നോ വറീസ്. ഇറ്റ്സ് എ ഗെയിം മാൻ. കുണിച്ചിട്ട് വരില്ലെങ്കിൽ കണ്ടന്റ്ലെസ് ആയി പോകും. പറയാം, ഞാനും പറയാറുണ്ടായിരുന്നു ഈ വീട്ടിൽ. അങ്ങനെ ഞാനും തെറ്റായിട്ട് പറയാനുള്ള. ഇറ്റ്സ് ഓക്കെ, യു സ്പീക്ക്. ഇറ്റ് ഈസ് എ പ്ലാറ്റ്ഫോം ടു സ്പീക്ക് യുവർ തോട്ട്സ്. പക്ഷെ ആ തോട്ട് പറയുമ്പോൾ സൂക്ഷിക്കണം. നമ്മുടെ അങ്ങനെ ഇവരെ പോലെ വ്യക്തിഹത്യ ചെയ്യരുത് ഈ കാര്യത്തിൽ.